കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എനിക്കില്ലേ തടലിലേക്ക് കഥ പോകണം. ആ വീടെത്തുമ്പോഴത്തേക്കും കരിഞ്ഞ് നടന്നാലും കുഴപ്പമില്ല. നമ്മൾ വാട്ടർഫോൾ കണ്ടിട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിത് ഈ കോർഫക്കാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിട്ടില്ല റോഡാണ്. അപ്പം ഇതിന് മുമ്പ് ഇതിൻ്റെ ഫുൾ റോഡ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണുക. നമ്മൾ പോയിട്ടില്ല. ഇവിടെ വന്ന് പണ്ടങ്ങാണ്ട് വിസിറ്റിങ്ങിന് വന്നിട്ട് പോയതാണ് കോർഫക്കാൻ. കുഴപ്പമില്ല, നമ്മുടെ ഫുഡൊക്കെ എടുത്തിട്ടാണ് വന്നത് ഗൈസ്. ഫുഡൊക്കെ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്നു. അല്ലാതെ നമ്മുടെ ബാക്കിൽ കഴിച്ചോണ്ടിരിക്കാൻ ഇപ്പോഴേ കഴിക്കാൻ. ഇനിയുണ്ട് 66 കിലോമീറ്റേഴ്സ്. പെട്രോളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സ് 90 കിലോമീറ്റേഴ്സ് അടുപ്പിച്ച് സ്ട്രെയിറ്റ് റോഡാണ്. ഫുള്ള് രണ്ട് സൈഡും മൗണ്ടൻസും. നല്ലൊരു വ്യൂ ആയിരുന്നു. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമായിരുന്നു. ഫുള്ളും മലകളുമാണ്. മഞ്ഞുമലയാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വഴി നിർത്തിയിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒന്നുമില്ല. ഇഷ്ടംപോലെ ആളുകൾ വന്ന് ഫോട്ടോസ് എടുക്കും. എന്തോന്നത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തപ്പോൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എനിക്കില്ലേ സ്പിരിറ്റല്ല നീ സ്പിരിറ്റൊക്കെയാണ് ഓടിക്കുന്നത്. ആ മൈ ഗോഡ് ഗൈസ്, ഈ കുട്ടി സ്പിരിറ്റാണ് ഓടിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്. ഇങ്ങനെ ഇരുന്നത് ചായ ജ്യൂസൊക്കെ കുടിച്ച് തടലിലേക്ക് കഥ പോകണം. കാണിച്ചാ 1.3 കിലോമീറ്ററിന്റെ ഉണ്ട് ഈ തണലിന്റെ ലെങ്ത്. 20 മിനിറ്റ്സ് ആവും. ഇത്രയും നീളമുണ്ട്. 1.something കിലോമീറ്റേഴ്സ് കഴിഞ്ഞാണ് നമ്മൾ എൻഡിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്ര ടണലുണ്ടെന്നും ചേർന്നൂടാ. ഒരു ടണൽ എന്തായാലും കഴിഞ്ഞു. ഇനി ഒരു ടണലും കൂടി കാണുന്നുണ്ട്. ഇവിടെ റെസ്റ്റിംഗ് ഏരിയ കണ്ട, ഇവിടെയൊക്കെ റെസ്റ്റിംഗ് ഏരിയ. അപ്പൊ വീണ്ടും ഒരു ടണൽ ഇതാവും. എൻഡിങ് ഇല്ലാത്ത ടണൽ. കൊള്ളാം, കുളിച്ചു. എന്റെ എത്തി ഗൈസ്. 2.5 കിലോമീറ്റർ ടണൽ ഗൈസ്. ടണലോട് ടണൽ. 4ാമത്തെ ടണലിലൂടെയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. അൽ സഹാർ ടണൽ ഇതിന്റെ പേര്. ഇത് തന്നെ എത്ര കിലോമീറ്റർ ഉണ്ടോ? ഇത് കുഞ്ഞ് ഇനി കാണും. വീണ്ടും ടണൽ. ഗുഹ തുറന്നാണ് അവർ ടണലുണ്ട്. ഓരോന്നിനും ഓരോ ടണലിന് പേരുണ്ട് കേട്ടോ. ഇതെന്ത് പേര്? അൽ സിയോബ് ടണൽ. അല്ലാത്ത പേര്. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ടണലിൽ കൂടെ ഒക്കെ വരണ്ടോ? പൊളിക്കും. ഇത് നീളം ഉണ്ടാവും. ഇപ്പൊ നോക്കിയോളൂ, നല്ല രീതിയിൽ കാണാം. ഇനി വരും 12 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ എത്തുന്നതായിരിക്കും. വളഞ്ഞും 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 വളഞ്ഞു പോവാം. ഇനി കാണുന്നൊന്നും ഇല്ല ചേട്ടാ. തീർന്നു പോകാം. നമ്മൾ ജംഗ്ഷൻ എത്താറായി. ജംഗ്ഷൻ കോർഫക്കാൻ ജംഗ്ഷൻ. നമ്മൾ ആദ്യം പോകുന്നത് ആംഫിത്തിയേറ്ററിലേക്കാണ് പോകുന്നത്. ഇതുപോലെ ഒറ്റ വീഡിയോ കൊണ്ട് തീരും തോന്നുന്നില്ല ഗൈസ്. കുറച്ചായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. കുറെ നീളത്തിന് വീഡിയോ വരും. വാദിന്നാണ് കൊടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഏരിയ. നമ്മളിവിടെ വരും ഗൈസ്. തിരിച്ചു വരുമ്പോഴേ വരാൻ പറ്റും. നമുക്ക് അപ്പുറം സൈഡിൽ കൂടെ കറങ്ങി തിരിച്ചു വരുമ്പോൾ വരാം. ഇതാണ് അൾട്രാഫീസ് ഡാം ഏരിയ. നമ്മൾ തിരിച്ചു പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് അൾട്രാഫീസ് നമ്മൾ. ഇതാണ് കോർഫക്കാൻ പട്ടണം. കുഞ്ഞു 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 വീടുകൾ.
കോർഫക്കാനിലെത്തി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആംഫി തിയേറ്റർ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ പാർക്കിംഗ് നല്ല തന്നെ കിട്ടി, നല്ല തിരക്കുണ്ട്. അങ്ങോട്ടേക്ക് പോകാനും കൊടുത്ത പാർക്കിംഗ്. അപ്പൊ പാർക്കിംഗ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ വണ്ടികൾ. ഇന്ന് അവധിയല്ലേ, ഈദ് ദിവസമായതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. വേറെ ഗൈസ് ആംഫി തിയേറ്റർ ഇതാണ്. ആംഫി തിയേറ്റർ കോർഫക്കാനില്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ, നമ്മൾ മാത്രമല്ല, എല്ലാവരും അങ്ങോട്ടാണ് നല്ല വെയിലുണ്ട്. നിന്നോട് തൊപ്പിയെടുക്കാൻ പറഞ്ഞു. ഞാൻ വീടെത്തുമ്പോഴത്തേക്കും കരിക്കട്ടെ മുടുക്കത്തോ കുറെ എന്ത് സംഭവം ഇതൊക്കെ. കടകളെല്ലാം ക്ലോസ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആകത്തുണ്ടോ? എല്ലാം ക്ലോസ്ഡ് ആണ്. ഈവനിങ് തുറക്കുമായിരിക്കും. പൊളി പൊളി. സോ ഗൈസ്, ഇതിന്റെ അടുത്ത് തന്നെയാണ് ആംഫി തിയേറ്ററിന്റെ അടുത്ത് തന്നെയാണ് വാട്ടർഫോൾസും വരുന്നത്. അപ്പൊ നമ്മൾ നടന്നു പോകാന്ന് വിചാരിച്ചു. കാരണം ഇനി നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടത്തില്ല, അതുകൊണ്ട് നടന്നു പോകാൻ വിചാരിച്ചു. നടന്നാലും കുഴപ്പമില്ല, നമ്മൾ വാട്ടർഫോൾ കണ്ടിട്ട് പോകും. ഇത് ആർട്ടിഫിഷ്യൽ ആണ് ഗൈസ്. ആർട്ടിഫിഷ്യൽ അല്ലേ ഇത്? ആർട്ടിഫിഷ്യൽ ആണ്. ഇത് ജസ്റ്റ് 2020 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് അപ്പുറത്ത് ബീച്ചുണ്ട്, നമുക്ക് അവിടെ കൂടി കണ്ടിട്ട് പോവാം. ഓക്കെ, ബീച്ചും കൂടി കണ്ടിട്ട് പോവാം. വേണ്ട ബാക്കിൽ നല്ല ഡ്രസ്സുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ആംഫി തിയേറ്ററും വാട്ടർഫോൾസും ബീച്ചും ഒരുമിച്ച് കാണാൻ പറ്റും. ബോട്ടിംഗ്, ഫാമിലി ബോട്ടിംഗ്. ഇങ്ങോട്ടാ പാറ രണ്ടും കൂടി തണുത്ത് കയറിയിരിക്കുക, എന്നെ വെയിലത്താക്കിയിട്ട്. എന്റെ അവസ്ഥ കണ്ടില്ലേ, എല്ലാവരും അവസ്ഥ. കുറച്ച് സ്പ്രൈറ്റ് കുടിച്ചിട്ട് ഫുഡൊക്കെ വാങ്ങിക്കുന്നു ഗൈസ്. ചിക്കൻ മെക്സിക്കൻ സാൻഡ്വിച്ച് ഒക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് നമുക്ക് ഇനി കളർ അപ്പി ഇറങ്ങണ്ട, ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. കഴിക്കാണോ? വിഷമോ പോയാ? ഞാൻ കഴിക്കട്ടെ. ഓക്കെ. സംഭവം ഇനിയും ഇവിടെ 2-3 സ്ഥലങ്ങളിലുള്ള വീഡിയോ ബാക്കിയുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. കാരണം ലെങ്ത് കൂടിയ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അതുകൊണ്ട് ബാക്കി വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ പൊക്കത്തിലുള്ള സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അൽ സുഹൂബ് റെസ്റ്റ് ഏരിയയിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ 2-3 സ്ഥലത്തും കൂടി പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.